ഹായ് ആൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ഒരു നോവലാണ് ബിലവഡ് ബൈ ടോണി മോറിസൺ. ടോണി മോറിസൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്. ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. കിട്ടുന്നത് 1993 അവരുടെ വർക്ക്സുകൾ ബിലവഡ്, ദ ബ്ലൂവസ്റ്റ് ഐ ഒക്കെയാണ്. പിന്നെ 1988 അവർക്ക് പുലിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ ബിലവഡിന് കിട്ടുന്നുണ്ട്. ആൻഡ് ദിസ് വർക്ക് ഈസ് റിഗാർഡഡ് ആസ് ഹർ മാസ്റ്റർ പീസ്. ഇനി നമുക്ക് നമ്മുടെ നോവലിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ഇതൊരു പാസ്റ്റ് പ്ലസ് പ്രസൻറ്റും കൂടെ ചേർന്ന് ഇടകലർന്ന് വരുന്നൊരു സ്റ്റോറിയാണ്. ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1837 ഒഹിയോയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സമ്മറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സാണ് സീഥേ, ബേബി സ്നഗ്, പൗൾ ഡി, ഡെൻവർ, ഹവാർഡ്, ബഗ്ലർ, ബിലവഡ് ഒക്കെ. അപ്പോൾ ഇതൊരു ട്രൂ സ്റ്റോറിയുടെ ബേസിസിലാണിത് എഴുതിയിരിക്കുന്നത്, സ്ലേവറി ആക്ടിൻ്റെയൊക്കെ ആ ഒരു സമയത്ത്. അപ്പോൾ ബിലവഡ് എന്നൊരു നോവല് ഒരു ട്രൂ സ്റ്റോറിയുടെ ഇൻസ്പിറേഷനാണ് ബൈ മാർഗ്രറ്റ് ഗ്രാനർ എന്ന് പറയുന്നൊരു സ്ലേവിൻ്റെ ഒരു സ്റ്റോറിയുടെ ബേസിസിലാണ് ബിലവഡ് എന്ന നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. സീതയാണ് ഇതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് അല്ല, ഒരു മെയിൻ ക്യാരക്ടറാണ്, സ്ലേവ് വിമൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ പാസ്റ്റ് ഇവൻറ്റ്സ് ആണ് പറയുന്നത്, എന്നിട്ടാണ് പ്രസൻറ്റ് ഇവൻറ്റ്സ്, രണ്ടും കൂടെ ഇടകലർന്നിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവരൊരു പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിരുന്നവരാണ് സീതയും ഫാമിലി എല്ലാവരും, ഹസ്ബൻഡും മക്കളും എല്ലാവരുമായിട്ടൊരു പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സ്ലേവറി ആക്ട് അവരെയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സമയം വരുമ്പോൾ ഹസ്ബൻഡിനെ അവർ അങ്ങോട്ടേക്ക് പിടിച്ചെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്നതാണ് ഈ സീതയും 2 മക്കളായ ഹവാർഡും ബഗ്ലറും. ആ സമയത്ത് ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സ്റ്റോറി അതിനുശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഈ ഒരു സ്വീറ്റ് ഹൗസ് പ്ലാന്റേഷനിലാണ് ഇവർ വർക്ക് ചെയ്തിരുന്നത്. ആദ്യം 2 പേരാണ് ഇത് ഓൺ ചെയ്തിരുന്നത്. പിന്നീട് ഇതിൻ്റെ സെക്കൻഡ് ഓണറായി വരുന്നതാണ് ഒരു സ്കൂൾ ടീച്ചർ. അപ്പോൾ ഇവർ ആ സ്കൂൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ എങ്ങനെയോ രക്ഷപ്പെടുന്നത്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഇവർ അന്വേഷിച്ച് ഈ സ്കൂൾ ടീച്ചർ വരുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇവരുടെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നുകളയുമ്പോൾ ഇവർ കാണുന്നുണ്ട്. ഈ സ്കൂൾ ടീച്ചർ അന്വേഷിച്ച് വരുന്ന ഈ സ്കൂൾ ടീച്ചർ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ വിചാരിക്കുക, ഇവർക്ക് എന്തോ മെൻ്റലി എന്തോ ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ടാണ് മക്കളെ കൊല്ലുന്നത്. പക്ഷേ ഇവർ ആ കുഞ്ഞിനെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും നാൾ ഇവർ ഈ സ്ലേവറിയിൽ ഇത്രയും കഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഹസ്ബൻഡിനെ വരെ അവർ പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവരുടെ മക്കൾ അത് അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നത്. അപ്പോൾ ഈ കണ്ടു നിൽക്കുന്ന സ്കൂൾ ടീച്ചർ വിചാരിക്കുന്ന ഇവർക്ക് എന്തോ മെൻ്റലി എന്തോ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഇവരൊരു പ്രിസണിലേക്ക് പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷം ഇവർ പ്രിസണിൽ നിന്ന് മോചിതയായി തിരിച്ചു വന്നതിന് ശേഷമാണ് ആ ഒരു സ്റ്റോറി അടുത്ത് പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവരുടെ 2 മക്കൾ ആ ഒരു വീട്ടിലില്ല. അവർ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീട്ടിലില്ല. ആ സമയത്ത് ഇവരുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ ആ വീട്ടിൻ്റെ ആ ഒരു നമ്പർ പറയുന്നുണ്ട് 124. അതാണ് ഇവരുടെ ആ ഒരു വീട്. അപ്പോൾ ഈ ഒരു വീടിനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞ് ആ വീട്ടിൽ മുന്നേ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ ആത്മാവ് ആ വീട്ടിലുണ്ട്, ഒരു ഗോസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ കുഞ്ഞ് ആരാണ്? സീത കൊന്ന ആ കൊച്ച് തന്നെയാണല്ലേ. അത് സ്ലേവറിയുടെ ആ ഒരു സമയത്ത് അവർ പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊന്ന ആ കുഞ്ഞിൻ്റെ ആത്മാവ് തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്നത് ആ ഒരു സ്വീറ്റ് ഹൗസ് പ്ലാന്റേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ഇവർ ക്യാരിയിങ് ആയിരുന്നല്ലോ. ആ സമയത്ത് ഇവർ പ്രസവിക്കുന്നുണ്ട്. ആ കൊച്ചിൻ്റെ പേരാണ് ഡെൻവർ. അപ്പോൾ ഇവർ ആ സമയത്ത് സഹായിക്കാൻ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഓർമ്മയ്ക്കൊക്കെ ആയിട്ടാണ്, ആമി ഡെൻവർ എന്നായിരുന്നു അവരുടെ പേര്. ആ ഒരു ഓർമ്മയ്ക്കൊക്കെയാണ് ഇവർ കുഞ്ഞിന് ഡെൻവർ എന്ന പേരിടുന്നത്. അപ്പോൾ ഈ 124 എന്ന വീട്ടിലേക്ക് സീതയും അവരുടെ യങ്ങസ്റ്റ്
ഡോട്ടറായ ഡെൻവറും കൂടിയിട്ടാണ് വരുന്ന സമയത്ത് ഇവരുടെ മദർ ഇൻ ലോ ആണ് ബേബി സ്നഗ്. ബേബി സ്നഗ് ഒരു 8 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. 2 ആൺമക്കളായ ഹവാർഡും ബഗ്ലറും ഈ വീട് വിട്ടും പോയി കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വീട്ടിൽ പ്രേതമുണ്ട്, എന്തോ ഒരു ഗോസ്റ്റ് ഉണ്ട്, ഒരു ആത്മാവുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയന്ന് ഈ 2 കുഞ്ഞുങ്ങളും ഈ വീട് വിട്ട് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ സീതയും മകളും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ താമസക്കാരായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ പാസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്ലേവറിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നു. പിന്നെ അവരുടെ മക്കളും മദർ ഇൻ ലോ ഒക്കെ മരിക്കുന്നു. ഇവരും ഇവരുടെ യങ്ങസ്റ്റ് ഡോട്ടറായ ഡെൻവറുമായിട്ട് ഇവിടെ താമസിക്കുന്ന ആ ഒരു സെറ്റിംഗ്. ഇനി സ്റ്റോറി പോകുന്നത് പ്രസൻറ്റ് ഈവൻറ്റിലേക്കാണ്. അവിടെ പൗൾ ഡി ഗ്രാനർ എന്ന് പറയുന്നൊരു വ്യക്തി, അതും ഒരു ഫോമർ സ്ലേവ് തന്നെയാണ്, സ്വീറ്റ് ഹൗസ് പ്ലാന്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന് ഇവരുടെ വീട്ടിലേക്കാണ് അഭയം തേടി വരുന്നത്. ഹൗസ് നമ്പർ 124ലേക്കാണ് വരുന്നത്. അവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് ഒരാൾ ഇവരുടെ ഫാമിലിയിലേക്ക് വരികയാണ്. അതാണ് ഈ ബിലവഡ് എന്ന് പറയുന്ന ആൾ. അത് ആരാ, എവിടെ നിന്നൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല. ചോദിക്കുമ്പോൾ അയാളോട്ട് പറയുന്നുമില്ല. പക്ഷേ ചോദിക്കുമ്പോൾ ഒന്ന് പറയുന്നുണ്ട്, അതർ സൈഡ്. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതർ സൈഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബിലവഡിനെ ഈ പൗൾ ഡി ഗ്രാനറിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ഡെൻവറിന്, ഈ കുഞ്ഞിന് ഈ ബിലവഡിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബിലവഡാണ് ഇവരുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതും അവരെ കൊണ്ട് ഓർമ്മിച്ചെടുക്കുന്നതും ആ സ്റ്റോറീസൊക്കെ നറേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇനി ആ ബേബി സ്നഗ് 8 വർഷം മുമ്പ് മരിച്ചു പോയവരുടെ മദർ ഇൻ ലോ ആണ്. ഇവരൊരു സ്പിരിച്വൽ ഗ്യാതറിങ്സിനൊക്കെ വേണ്ടിയിട്ട് ഫോറസ്റ്റിലൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ബിലവഡൊക്കെ വരുന്ന സമയത്ത് ഇവർ ബേബി സ്നഗിനെയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ പൗൾ ഡി ഗ്രാനർ ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത് ഈ ബിലവഡിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പൗൾ ഡി ഗ്രാനറിനെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അതാണ് ഈ പെട്ടെന്ന് വന്ന ആ ഒരു ബിലവഡിൻ്റെ ആവശ്യം. ഈ കാര്യം ആ കുഞ്ഞിനോടും ഈ ഡെൻവറിനോടും അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ പൗൾഡിയെ വീട്ടിലൊന്നും ഉറങ്ങാൻ പോലും ഇയാൾ സമ്മതിക്കത്തില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ അയാളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിങ്ങനെ പറയും. അങ്ങനെ ഉറങ്ങുന്നതൊക്കെ അയാൾ പുറത്തേക്കൊക്കെ മാറ്റുന്നുണ്ട്, പുറത്തു പോയി ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കൊച്ചായ ഡെൻവറിനും അറിയായിരുന്നു. അപ്പോൾ ഈ ബിലവഡ് എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ ഈ സീതയ്ക്ക് സ്വന്തം മുന്നേ കൊന്നില്ലേ കൊച്ച്, ആ കൊച്ചിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം ബിലവഡ് എന്ന് തന്നെയായിരുന്നു ആ കൊച്ചിൻ്റെ പേരും. അപ്പോൾ ആ ബിലവഡിനെ കാണുമ്പോൾ കുട്ടിയെ ഓർമ്മ വരും, സംസാരിക്കുമ്പോൾ ഒക്കെ ആ കൊച്ചിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പുറത്തുള്ളവരെല്ലാം പറയുന്നത് ഈ വന്ന ബിലവഡ് ഒരു ഗോസ്റ്റാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും അവരങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. പിന്നീട് ഈ സ്റ്റോറിയിൽ കാണുന്നത് ബിലവഡ് ഈ സീതയുടെയും ഡെൻവറിൻ്റെയൊക്കെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നീട് ഡെൻവറും ബിലവഡും നല്ല അടുപ്പത്തിലാവുന്നു. പക്ഷേ സീതയ്ക്ക് ഇപ്പോഴും ബിലവഡിനെ കാണുമ്പോൾ കൊന്നുകളഞ്ഞ ആ കൊച്ചിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അത്ര ചെറുപ്പത്തിൽ കൊന്നുകളഞ്ഞ ആ ഒരു കുറ്റബോധം അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ ഭയങ്കര മെൻ്റലി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ബിലവഡ് ഇടയ്ക്കിടയ്ക്ക് ഈ സീതയെ കാണുമ്പോൾ പാസ്റ്റിലെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. ആദ്യത്തെ കുട്ടി എന്ത് ചെയ്തു, നിങ്ങളെങ്ങനെയാണ് ആ സ്വീറ്റ് ഹൗസ് പ്ലാന്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഈ സീത ഇങ്ങനെ മെൻ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലേ ബിലവഡ് വരുമ്പോൾ എന്താണ് അവരാണ് ഈ സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നത്, പഴയ ഓർമ്മകളൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിവിടെ ഇങ്ങനെ ചെയ്യുകയാണ്. ബിലവഡ് ഇങ്ങനെ സീതയോട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പൗൾ ഡി ഗ്രാനർ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പോൾ വീട് വിട്ട് പോകാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സീത ഇങ്ങനെ സ്ലേവറി അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഒരു കുട്ടിയെ കൊന്നു കളഞ്ഞെന്ന് ഇവരുടെ ഒരു നെയ്ബറോ ആരോ ഈ പൗൾഡിയോട് പറയുന്നുണ്ട്. ആ ഒരു റീസണിൻ്റെ ബേസിസിലാണ് ഇയാൾ ഇവരെയൊക്കെ ലീവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒന്നാമതേ അവൾ മെൻ്റലി നല്ല വീക്കാണ്. ഇപ്പോൾ ഈ ഒരു റീസണും കൂടെ ആയപ്പോൾ മെൻ്റലി നല്ല ഡൗൺ ആയി സീതയെ. അപ്പോൾ ഇവൾ ആ കൊച്ചിനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നേ കൊന്നു കളഞ്ഞ ആ കൊച്ചിനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺസ് എന്തോ ഒരു പ്രേതബാധ കൂടിയത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഈ നാട്ടുകാരും നെയ്ബേഴ്സൊക്കെ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് ഇവരുടെ ഈ വീട്ടിലേക്ക് വരും. 124 എന്ന വീട്ടിലേക്ക് വരുന്നു. അന്ന് അവിടെ എന്തോ പൂജയും കർമ്മവും ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് മാറുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ബിലവഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് പിന്നെ ആ സ്റ്റോറിയിൽ ത്രൂ ഔട്ട് കാണാനേ പറ്റുന്നില്ല.
അപ്പോൾ മുന്നേ ആ നാട്ടുകാർ പറഞ്ഞു അല്ലേ, ആ ബില്ലവഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊന്നു കളഞ്ഞ ആ കൊച്ചാണ്, ഗോസ്റ്റാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അതാരും അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പിന്നെ ഇതിനു ശേഷം നമുക്ക് ആ ബില്ലവഡ് എന്ന ക്യാരക്ടറിനെ അവിടെ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനൊക്കെ ശേഷം ഈ പൗൾ ദി ഗ്രാനർ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ഇൻസിഡൻസ് ഒക്കെ നടന്നു, ഇവർ മെൻ്റലി വീക്കാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ലാസ്റ്റ് ഈ സ്റ്റോറിയുടെ എൻഡിങ്ങിൽ സീതയും പൗൾ ഡി ഗ്രാനറും ഡെൻവറൊക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ വച്ചിട്ട് ഈ ഒരു നോവൽ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ആണ് ലാസ്റ്റ്. അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിൻ്റെ സമ്മറി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ്, ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. ഞാൻ ഈ പേപ്പറിൻ്റെ വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക്സ് ഫോർ വാച്ചിങ്.